ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഒരു ക്ലീനിങ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികൾ ചുമരിലൊക്കെ വരച്ചിട്ട് ഇതേപോലെ വൃത്തികേടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ മോൻ വരച്ച് വെച്ചേക്കുന്നതാണിത്. അവൻ ക്രയോൺസ് കൊണ്ട് വരച്ചേക്കുന്നതുണ്ട്, സ്കെച്ച് കൊണ്ട് വരച്ചേക്കുന്നുണ്ട്, പേനയും കൊണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ ഈ ഭിത്തിയൊക്കെ കാണുമ്പോൾ. ഞാൻ അവനൊരു ചോക്ക് കൊടുത്തിട്ടുണ്ട്, ചോക്ക് കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അത് നമ്മൾ കാണാതെ തന്നെ പേനയും പെൻസിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഭിത്തിയിൽ വരയ്ക്കും. അപ്പോൾ ഈ ഒരു ചുമര് ഇതേപോലെ ഇങ്ങനെ നല്ല വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചുമര് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം ക്ലീൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3-4 സ്പൂണോളം വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിറ്റർജന്റ്, സോപ്പ് പൊടി അല്ലെങ്കിൽ ഇപ്പം ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റ് ആണ്, വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല, നമുക്കൊരു ഉദ്ദേശം അനുസരിച്ച് നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാനുണ്ട് ഒരു ഉദ്ദേശം അനുസരിച്ച് നമുക്ക് കോൾഗേറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പോലെ പതഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഭിത്തിയിലുള്ള ക്രയോൺസിന്റെയും പെൻസിലിന്റെയും പെന്നിന്റെയും ഒക്കെ ഇതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ വരച്ചിരിക്കുന്നതിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് നമ്മുടെ ബ്രഷ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വരച്ചിരിക്കുന്നത് മാഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്രയോൺസ് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. ക്രയോൺസും പെൻസിലൊക്കെയാണ് ഈ വരച്ചേക്കണമെങ്കിൽ നല്ല ഫോഴ്സ് കൊടുത്തിട്ടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പാടുകളൊക്കെ മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കോട്ടൻ്റെ ഒരു തുണി, പഴയ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. തുടച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അതേ ക്രയോൺസ് വെച്ച് വരച്ചതൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെച്ച് വെച്ച് വരച്ച് വെച്ചിരിക്കുകയാണ്. അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫോഴ്സ് ചെയ്തിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഉരയ്ക്കുമ്പോൾ അത് ആ സ്കെച്ച് വെച്ച് വരച്ചത് മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് പേന വെച്ച് വരച്ചതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ പേന വെച്ച് വരച്ചത് മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് സ്കെച്ച് വെച്ച് വരച്ചത് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടു, ഇത് ക്രയോൺസ് വെച്ച് വരച്ചതാണ്. അത് ഞാൻ നന്നായിട്ട് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് നോക്കി നമ്മുടെ ചുവരൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ആദ്യത്തെ ഒരു ചുമര് നല്ല പോലെ വൃത്തികേടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചുമര് കണ്ടു, ഇപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടുണ്ട്. നല്ല പോലെ കുത്തി വരച്ച പാടുകൾ മാത്രമാണ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അതെന്നാലും നിങ്ങൾക്ക് അറിയാനൊന്നും പറ്റില്ല. നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനി കുട്ടികൾ ചുമരിലൊക്കെ വരച്ച് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഭിത്തിയൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.